എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, സ്കൂളില്ല. സ്കൂളല്ലെങ്കിലും ഇപ്പം മോഡൽ എക്സാം തുടങ്ങിയതിൻ്റെ മുന്നേ തന്നെ നിർത്തിയിട്ട് വീട്ടിലിരുന്ന് പഠിക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് രാവിലെ നേരത്തെ എണീക്കാറില്ല, മെല്ലെ എണീക്കുള്ളൂ. 7 മണിയൊക്കെ കഴിഞ്ഞെന്നു കേട്ടോ ഇന്ന് എണീറ്റ് വന്നപ്പോൾ. അപ്പോൾ ഞാൻ രാവിലത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മോർണിംഗ് വ്ളോഗ് എല്ലാവരും കാണും എന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റു, പാല് വന്നതിന് ശേഷമാണ് എണീക്കുള്ളൂ. പാല് വരാൻ തന്നെ 7 മണിയൊക്കെ കഴിയും. അപ്പോൾ പിന്നെ മെല്ലെ നീട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ്. മോള് സ്കൂളിലേക്കും പോകണില്ല. അപ്പോൾ രാവിലെ നീട്ട് വന്ന വഴിക്ക് ഞാൻ പാല് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ പാലൊക്കെ വന്നിട്ട് ഞാൻ അത് പോയിട്ട് എടുത്ത് വന്നിട്ടാണ് പിന്നെ നേരെ കിച്ചണിലേക്ക് വന്ന് പാലൊക്കെ അവിടെ വെച്ച് പിന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ തുറന്ന് പല്ല് തേക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നത് കേട്ടോ. പിന്നെ രാവിലെ എണീറ്റാൽ നേരത്തെ തന്നെ കുളിക്കണമെന്ന് ചെയ്യാറില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം സാവധാനത്തിലാണ് കുളിക്കുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളി കൊണ്ടൊരു സമ്മന്തി അരയ്ക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ഉള്ളി സമ്മന്തി, സാമ്പാറും പിന്നെ എവിടെയും ഇല്ലാത്ത ഒരു കോമ്പോം കൂടി ഉണ്ട്. പഴം പുഴുങ്ങുന്നുണ്ട്. പഴം ഏട്ടൻ കുറച്ച് അധികം വാങ്ങിക്കൊടുന്നിരുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ചീഞ്ഞ് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അത് പഴം പുഴുങ്ങി വെച്ചാൽ പിന്നെ എല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴം കൂടിയും പുഴുങ്ങി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇഡ്ഡലിയുടെ മാവ് അരയ്ക്കുമ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഉപ്പിട്ടിട്ട് വെക്കാറില്ല. അന്ന് രാവിലെ മാത്രമേ ഉപ്പിട്ടിട്ട് ആവശ്യത്തിനുള്ളത് എടുക്കാറുള്ളൂ കേട്ടോ. ഇത് പരിപ്പ് ഫിസിലടിച്ചത് അധികമായിട്ട് ആകെ അങ്ങോട്ട് പരിപ്പ് വെന്ത് പായസം പോലെ ആയി കേട്ടോ. ഞാൻ 2 ഫിസിലടിപ്പിച്ചു. ഞാൻ പുറത്ത് എന്തോ പണിയായിരുന്നു, അപ്പോഴേക്ക് ഫിസിലടിച്ചത് അധികമായി. അപ്പോൾ ഞാനത് ചെന്ന് ഓഫാക്കിയപ്പോൾ പിന്നെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ പരിപ്പ് ആകെ വെന്തതായിരുന്നു. ഇത് ഇന്നലെ പുതിയ പരിപ്പ് വാങ്ങിക്കൊടുന്നു. അപ്പോൾ എന്നും എനിക്കിങ്ങനെ അബദ്ധം പറ്റും കേട്ടോ. ആദ്യം ആയിട്ട് പരിപ്പ് കൊണ്ടുവരുമ്പോൾ ആ പരിപ്പിന് എത്രത്തോളം വേവ് ഉണ്ടാവും എന്നറിയില്ല. ഞാൻ 2 ഫിസിൽ എന്തായാലും അടുപ്പിക്കും. അപ്പോൾ ചില പരിപ്പിന് ഒറ്റ ഫിസിൽ തന്നെ മതിയാവുമല്ലോ. ചിലപ്പോൾ 2, 3 അടിച്ചാലും വേവാത്തതും ഉണ്ടാവും. അപ്പോൾ ഇതങ്ങനെയാണ്. ഇത് വേഗം വേവണ പരിപ്പായതുകൊണ്ട് ആകെ വെന്ത് കുളമായി. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായി എണീറ്റ് വന്നേ ഉള്ളൂ. ഏട്ടൻ എണീറ്റ് വന്നു, ചായ കുടിച്ചു, കൊണ്ട് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് അമ്മ എണീറ്റ് വന്നു. അമ്മയും അമ്മയ്ക്കുള്ള ചായയൊക്കെ എടുക്കുകയാണ്. പിന്നെ ഇന്നലെ ഞാൻ മുരിങ്ങക്കായ പൊട്ടിച്ച വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. ആ മുരിങ്ങക്കായ കൊണ്ടാണ് ഞാനിന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത്. മുരിങ്ങക്കായ, തക്കാളി, പിന്നെ ചെറിയൊരു കഷ്ണം വെള്ളരിക്ക ഉണ്ടായിരുന്നു. പിന്നെ വെണ്ടയ്ക്ക ഞാൻ വറുത്ത് വെച്ചിട്ട് അതും സാമ്പാറിലിട്ടു കേട്ടോ. പിന്നെ ഉള്ളി കൊണ്ടൊരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിയും തക്കാളിയും മുളക് പൊടി ഇട്ടിട്ട് വലിയ സവാളയാണ് കേട്ടോ എടുക്കുക. അപ്പോൾ അതും ഇട്ടിട്ട് ഞാനൊരു ചമ്മന്തിയും കൂടി അരച്ച് വെച്ചു. പിന്നെ സാമ്പാറാകുമ്പോൾ ഇനി ഉച്ചയ്ക്ക് അത് തന്നെയാണല്ലോ ചോറിന് കറി വെക്കേണ്ടത്. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഇഡ്ഡലിക്ക് സാമ്പാറും ഉണ്ടാക്കി വെച്ചത്. അതധികം വീട്ടിലും അങ്ങനെ തന്നെ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാവിലെ സാമ്പാർ ഉണ്ടാക്കിയ പിന്നെ ഉച്ചയ്ക്കും കൂടി നമ്മൾ അത് വെച്ചിട്ട് തന്നെയാണ് ചോറും കൂടിയും കഴിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഞാൻ പിന്നെ ഉച്ചയ്ക്ക് വേറൊരു കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അമ്മ വന്ന് നോക്കുന്നുണ്ട് എന്തൊക്കെയായി എന്നുള്ളത്. എന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ഞാൻ ഇഡ്ഡലിയും വെക്കുന്നുണ്ട്, ഇതും ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞത് ഏട്ടനും വന്ന് നോക്കുന്നുണ്ട് എന്തൊക്കെയായിന്ന്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ പണികൾ വന്ന് നോക്കുകയാണെന്ന് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണോ എന്ന്. ഏട്ടനാണെങ്കിൽ ഇഡ്ഡലി എത്ര കഴിച്ചാലും മതിവരാത്ത ഒരാളാണ്. അപ്പോൾ ഇഡ്ഡലിയാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. ഞങ്ങൾക്ക് ദോശയാണ് കേട്ടോ. എനിക്കും അമ്മയ്ക്കും മോൾക്കും ദോശയാണ് ഉണ്ടാക്കുന്നത്. ഏട്ടന് മാത്രമാണ് ഇഡ്ഡലി വയ്ക്കുന്നത്. പിന്നെ ഞാൻ ഈ അരിഞ്ഞ് വെച്ച വേസ്റ്റൊക്കെ അങ്ങനെ വെച്ചാൽ അതിലിങ്ങനെ നുഴമ്പാർക്കില്ല, ചെറിയ ചെറിയ പ്രാണികൾ. ഞാൻ ഉച്ചയ്ക്കുള്ള ഉപ്പേരിയും കൂടി നുറുക്കിയിട്ട് ഒന്നിച്ച് കൊണ്ടുപോയി തെങ്ങിൻ്റെ അടിയിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിലിങ്ങനെ നുഴമ്പ് വലിച്ചിട്ട് ഞാനത് കയ്യോടെ തന്നെ കളഞ്ഞു. കുക്കറാകെ മോശമായിരുന്നു കേട്ടോ ഈ പരിപ്പ് വെന്തതായിട്ട്. പിന്നെ സാമ്പാർ പൊടി, മുളക് പൊടി ഒന്ന് വറുക്കണു, അത് അതിലേക്ക് ഇടണു, ഒന്നും കൂടി തിളപ്പിച്ചൊഴിക്കണു. ഇന്ന് ഞാൻ സാമ്പാർ വെച്ചപ്പോൾ ഒട്ടും പുളി ചേർത്തിട്ടില്ല കേട്ടോ. ഒരു 3 വലിയ തക്കാളിയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഒട്ടും പുളി ചേർക്കാത്ത ഒരു സാമ്പാറാണ്. അതിന് പകരം തക്കാളിയാണ് ഇട്ടത്. പിന്നെ ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഏട്ടനും അമ്മയും ഇരുന്ന് കഴിക്കുന്നുണ്ട്. അമ്മോട് ഞാൻ ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞ് ചൂടോടെ ദോശ ഉണ്ടാക്കി തരാമല്ലോ.
അപ്പോൾ ഏട്ടനും അമ്മയും കഴിക്കുന്നുണ്ട്. മോൾ എണീറ്റ് വന്നിട്ടില്ല കേട്ടോ ഈ സമയത്തും. അപ്പോഴേക്കും മോളും എണീറ്റ് വന്നു. പിന്നെ അവൾ എടുത്താൽ കിട്ടണ ദോശയാണോ എന്ന് ചോദിക്കും. കല്ലുമ്പിൽ ഒട്ടിപ്പിടിക്കണില്ല, ചവൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും മോൾക്കും ഉള്ളത് അവൾ തന്നെ ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഏട്ടനും പോവാൻ റെഡിയായി. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളും രാവിലത്തെ തിരക്കുകളൊക്കെ എത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും നന്ദി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ ഈ രാവിലത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ കാഴ്ചകൾ.